അപ്പോൾ ഇന്ന് നമുക്കൊരു കീ ചെയിൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് ആയിട്ടോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടാക്കാം. കഴിഞ്ഞ ദിവസം ഞാനത് ഇൻസ്റ്റയിൽ കണ്ടതായിരുന്നു. ഇൻസ്റ്റയിൽ കണ്ടത് ഒരു പൈപ്പ് ക്ലീനർ വെച്ച് ചെയ്യണതായിരുന്നു. നമ്മളിൽ പൈപ്പ് ക്ലീനർ ഇല്ലാത്തതുകൊണ്ട് കാർഡ്ബോർഡ് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വെച്ചിട്ടാണ് ചെയ്തത്. വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടിയെന്ന് പറയാൻ കാരണം എനിക്ക് ഇത്തിരി തിടുക്കം കൂടിയ കാരണം ഫിനിഷിംഗ് ഇത്തിരി കുറവുണ്ട്. അതൊന്ന് മാറ്റി വെച്ച് ഇത്തിരി ടൈം എടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സംഭവം അടിപൊളിയാണ്. ഇതിപ്പോൾ ഹാർഡ് ഷേപ്പിലല്ലാണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഉണ്ടാക്കാം. ഞാൻ അതിൽ കണ്ടത് ഒരു ഹാർഡ് ഷേപ്പിൽ വെച്ച് ചെയ്യണതാണ്. പിന്നെ എന്തായാലും വാലന്റൈൻസ് ഡേ ഒക്കെ ആണല്ലോ വരുന്നത്. അപ്പോൾ വാലന്റൈൻസ് ഡേക്ക് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ് ഐറ്റം കൂടി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഹാർട്ട് ഷേപ്പിൽ തന്നെ ചെയ്തെടുത്തത്. വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വാലന്റൈൻ തന്നെ വേണമെന്നൊന്നുമില്ലല്ലോ. നമുക്ക് ഇഷ്ടമുള്ള ആർക്ക് വേണമെങ്കിലും കൊടുക്കാലോ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കാലോ. അപ്പോൾ പിന്നെ ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഒട്ടിക്കുമ്പോൾ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഉണങ്ങാൻ വേണ്ടി കുറച്ച് ടൈം കൊടുത്തോളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിലിടുന്ന സാധനങ്ങളൊക്കെ സൈഡ്സിലൊക്കെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഒട്ടിച്ചെടുക്കുന്ന ഫോം ഷീറ്റ് കട്ട് ചെയ്തെടുക്കുമ്പോഴാണെങ്കിലും കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ നോക്കിക്കോളൂ. ഞാൻ ഏറെക്കുറെ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് കട്ട് ചെയ്ത് കൊടുത്തത്. അതുകൊണ്ട് അതിലും എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ശരി.